നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദി അറേബ്യയിൽ കോവിഡ് ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നവരിൽ 1400 പേരുടെ നില ഗുരുതരമാണെന്ന് തന്നെയാണ് ആരോഗ്യ മന്ത്രാലയം വാർത്താക്കുറിപ്പിലൂടെ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഇന്ന് പുതുതായി 1298 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചതോടെ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 11029 വർദ്ധിച്ചു. 24 മണിക്കൂറിനിടെ 1,17,221 കോവിഡ് പരിശോധനയാണ് നടത്തിയിട്ടുള്ളത്. അതേസമയം രോഗമുക്തിയുടെ പ്രതിദിന കണക്ക് കുത്തനെ ഉയർന്നത് ആശ്വാസകരമായിട്ടുണ്ട്. 24 മണിക്കൂറിനിടെ 1428 പേർ സുഖം പ്രാപിച്ചു എന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. രാജ്യത്ത് വിവിധ ഭാഗങ്ങളിലായി 13 മരണങ്ങളും കോവിഡ് മൂലമാണെന്ന് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. UAE-യിൽ 1530 പേർക്ക് കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ചികിത്സയിലായിരുന്ന 1487 പേർ സുഖം പ്രാപിക്കുകയും 7 പേർ മരണപ്പെടുകയും ചെയ്തു. പുതുതായി നടത്തിയിട്ടുള്ള 2,88,895 കോവിഡ് പരിശോധനകളിൽ നിന്നാണ് പുതിയ രോഗികളെ കണ്ടെത്താനായത്. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം ആകെ 6,57,884 പേർക്ക് UAE-യിൽ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവരിൽ 6,35,759 പേർ രോഗമുക്തരാവുകയും ചെയ്തിട്ടുണ്ട്. 1,892 പേർ മരണപ്പെടുകയും ഇതിൽ ചെയ്തു. നിലവിൽ 20,233 കോവിഡ് രോഗികളാണ് രാജ്യത്തിലുള്ളത്. കോവിഡ് കാരണം നാട്ടിൽ കുടുങ്ങിക്കിടക്കുന്ന ഗൾഫ് രാജ്യങ്ങളിലെ പ്രവാസ സമൂഹത്തിന് ആശ്വാസമായി ഖത്തറിന്റെ ഓൺ അറൈവൽ യാത്രാ പാക്കേജുകൾ. ജൂലൈ 12-ന് പുതിയ യാത്രാ നയം പ്രാബല്യത്തിൽ വന്നതിന് പിറകെയാണ് ഓൺ അറൈവൽ വിസ നടപടികളും ഖത്തർ പുനരാരംഭിച്ചത്. വ്യാഴാഴ്ച ഈ വഴിയുള്ള ആദ്യ യാത്രാ സംഘങ്ങൾ എത്തിയതോടെ നാട്ടിൽ കുടുങ്ങിക്കിടക്കുന്ന സൗദി അറേബ്യ, UAE, ഒമാൻ എന്നിവിടങ്ങളിലേക്കുള്ള പ്രവാസികളും ഖത്തർ വഴി യാത്രയ്ക്കായി ഒരുങ്ങിക്കഴിഞ്ഞു. ഇന്ത്യയിൽ നിന്ന് നേരിട്ട് യാത്രാവിലക്കുള്ള സൗദി, ഒമാൻ, UAE, കാനഡ രാജ്യങ്ങളിലേക്കുള്ളവർക്കായി ട്രാവൽസുകൾ പ്രത്യേക ഓൺ അറൈവൽ പാക്കേജുകളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഹജ്ജിനായി തീർത്ഥാടകർ മക്കയിലെത്തി. ആദ്യ സംഘം ഇന്ന് ശനിയാഴ്ച രാവിലെ മസ്ജിദുൽ ഹറാമിലെത്തി കർശനമായിട്ടുള്ള ആരോഗ്യ കരുതലുകൾക്കിടയിൽ തവാഫുൽ ഖൂദും നിർവഹിച്ചു. മിനയിലേക്ക് പിന്നീട് അവർ യാത്ര തിരിച്ചു. രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഹജ്ജ് തീർത്ഥാടകരുടെ വരവ് തുടരുകയാണ്. പൗരന്മാരും രാജ്യത്തെ താമസക്കാരുമായിട്ടുള്ള 60,000 പേരാണ് ഈ വർഷം ഹജ്ജ് നിർവഹിക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് UAE-യിലേക്ക് വിമാന സർവീസ് പുനരാരംഭിക്കുന്നത് ഇനിയും നീണ്ടേക്കും. ജൂലൈ 31 വരെ ഇന്ത്യയിൽ നിന്ന് UAE-യിലേക്ക് സർവീസ് ഉണ്ടാകില്ലെന്ന് അബുദാബി കേന്ദ്രമായിട്ടുള്ള ഇത്തിഹാദ് എയർവേസ് അറിയിച്ചിട്ടുണ്ട്. യാത്രക്കാരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി എന്ന നിലയ്ക്കാണ് ഇത്തിഹാദ് വിശദീകരണം നൽകിയിട്ടുള്ളത്. ജൂലൈ 21-ഓടെ യാത്രാവിലക്ക് നീക്കുമെന്ന പ്രവാസികളുടെ പ്രതീക്ഷയ്ക്കാണ് ഇതോടെ മങ്ങലേറ്റിരിക്കുന്നത്. ഇന്ത്യൻ ടെന്നീസ് താരം സാനിയ മിർസയ്ക്കും ഭർത്താവ് പാകിസ്ഥാൻ ക്രിക്കറ്റ് താരവുമായിട്ടുള്ള ഷുഹൈബ് മാലിക്കിനും ഗോൾഡൻ വിസ. ലോകശ്രദ്ധ ആകർഷിച്ച സ്പോർട്സ് താരങ്ങൾ എന്ന നിലയ്ക്കാണ് ഇരുവരെയും 10 വർഷ വിസയ്ക്ക് പരിഗണിച്ചത്. നേരത്തെ ബ്രസീലിയൻ ഫുട്ബോൾ താരമായിട്ടുള്ള റൊണാൾഡിഞ്ഞോ അടക്കം കായിക രംഗത്തെ പ്രമുഖർക്ക് ഗോൾഡൻ വിസ അനുവദിച്ചിരുന്നു. ബലിപെരുന്നാൾ അവധിയോടെ UAE തലസ്ഥാനമായ അബുദാബിയിൽ കോവിഡ് നിയന്ത്രണങ്ങൾ കൂടുതൽ കർശനമാക്കുന്നു. ജൂലൈ 19 തിങ്കളാഴ്ച മുതൽ അബുദാബിയിൽ രാത്രികാല യാത്രാവിലക്ക് ഏർപ്പെടുത്തിയതാണ് ഇവയിൽ പ്രധാനം. രാത്രി 12 മുതൽ പുലർച്ചെ 5 വരെയാണ് യാത്രാ നിയന്ത്രണം. അബുദാബിയിലേക്കുള്ള പ്രവേശനത്തിനും വ്യാപാര സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾക്കും പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. UAE-യിൽ ബലിപെരുന്നാൾ അവധി ആരംഭിക്കുന്ന ദിവസം തന്നെയാണ് നിയന്ത്രണവും നിലവിൽ വരുന്നത്. അവധി ദിവസങ്ങളിൽ കോവിഡ് വ്യാപനം തടയുന്നതിന്റെ ഭാഗമായി അണുനശീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനാണ് രാത്രി സഞ്ചാര നിയന്ത്രണം ഏർപ്പെടുത്തിയതെന്ന് അബുദാബി എമർജൻസി ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റേഴ്സ് കമ്മിറ്റി അറിയിച്ചിട്ടുണ്ട്. സൗദിയിൽ തവക്കൽന ആപ്ലിക്കേഷനിലെ സ്റ്റാറ്റസിൽ തിരിമറി നടത്തിയ 122 പേർ കൂടി പിടിയിലായിട്ടുണ്ട്. പണം നൽകിയ ആപ്ലിക്കേഷനിലെ ആരോഗ്യനില തിരുത്തിയ കേസിലാണ് അറസ്റ്റ്. സ്വദേശികളും വിദേശികളും ഉൾപ്പെടെ പണം കൈപ്പറ്റിയ ഉദ്യോഗസ്ഥർ, ഇടനിലക്കാർ തുടങ്ങിയവരാണ് അറസ്റ്റിലായിട്ടുള്ളത്. സൗദിയിൽ കോവിഡ് സാഹചര്യത്തിൽ വ്യക്തികളുടെ ആരോഗ്യസ്ഥിതി വ്യക്തമാക്കുന്നതിന് നിർബന്ധമാക്കിയ തവക്കൽന ആപ്ലിക്കേഷനിൽ തിരിമറി നടത്തിയതിനാണ് സ്വദേശികളും വിദേശികളും ഉൾപ്പെടുന്ന സംഘത്തെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. സൗദി അഴിമതി വിരുദ്ധ കമ്മീഷനാണ് ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്തിയിട്ടുള്ളത്. കുവൈറ്റിൽ 12 ലക്ഷം മയക്കുമരുന്ന് ഗുളികകളുമായി ഒരാൾ പിടിയിൽ. രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയിട്ടുള്ള പരിശോധനയിലാണ് മുബാറക് അൽ കബീറിൽ താമസിക്കുന്ന 47-കാരനായിട്ടുള്ള കുവൈറ്റ് പൗരൻ പിടിയിലാവുന്നത്. 20 ലക്ഷം ദിനാർ വിലമതിക്കുന്ന മയക്കുമരുന്നാണ് ഇയാളിൽ നിന്നും കണ്ടെടുത്തിട്ടുള്ളത്. പ്രതിയെ നിയമ നടപടികൾക്കായി മയക്കുമരുന്ന് വിരുദ്ധ വിഭാഗത്തിന് കൈമാറിയിട്ടുണ്ട്. മയക്കുമരുന്ന് ഗുളികകൾ വിദേശത്തു നിന്ന് എത്തിച്ച് വീട്ടിൽ സൂക്ഷിച്ച് ആവശ്യക്കാർക്ക് നൽകി വരികയായിരുന്നു. ഇതിനെ തുടർന്നായിരുന്നു പോലീസ് നിർണായക നീക്കത്തിലൂടെ പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കോവിഡ് നിയന്ത്രണങ്ങളുടെ ഭാഗമായി ഒമാനിൽ വീണ്ടും രാത്രികാല കർഫ്യൂ ഏർപ്പെടുത്തി. വൈകിട്ട് 5 മണി മുതൽ രാവിലെ 4 മണി വരെയാണ് കോവിഡ് കാര്യങ്ങൾക്കായുള്ള സുപ്രീം കമ്മിറ്റി കർഫ്യൂ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം ബലിപെരുന്നാളിനോടനുബന്ധിച്ചുള്ള 3 ദിവസം പൂർണ്ണ ലോക്ക്ഡൌൺ ആയിരിക്കുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്.